ശ്രീനഗറിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരി സതീഷ് കൂടി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സതീഷ്, കേൾക്കാമല്ലോ അല്ലേ? സതീഷ്, ഈ സംഭവ സമയം താങ്കൾ പെഹൽഗാമിൽ ഉണ്ടായിരുന്നു. നിലവിലെ അവിടുത്തെ സ്ഥിതി എന്താണ്? വലിയ സുരക്ഷാ വിന്യാസമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ സേഫായിട്ട് ഒരു ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് സതീഷ്? ആക്ച്വലി അറ്റാക്ക് നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ അവിടെ പോകേണ്ട, ഞങ്ങൾ ഷെഡ്യൂൾ പ്രകാരം അവിടെ പോകേണ്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ചില ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ലൊക്കേഷൻ മാറ്റിയതാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ ഷെഡ്യൂൾ പ്രകാരം ഞങ്ങളുടെ ഓപ്പറേറ്റർ പറഞ്ഞത് ഇന്നലെ ഷെഡ്യൂൾ ചെയ്തൊരു സ്ഥലം പെഹൽഗാമായിരുന്നു ഇത്രേ. പക്ഷെ പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഗുൽബർഗിൽ പോയത്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഭയങ്കര സുരക്ഷ വിന്യസിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ അവിടുന്ന് ഒരു 80 കിലോമീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ റോഡിലെല്ലാം ഫുള്ള് മിലിറ്ററിയും പോലീസെല്ലാം ഭയങ്കര സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല അല്ലേ? അത് മാത്രമല്ല, ഇന്നലെ നിങ്ങൾ പെഹൽഗാമിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ആ തീരുമാനം മാറ്റുകയായിരുന്നു അല്ലേ? അതെ അതെ അതെ, അത് ഞങ്ങൾ രാത്രിയാണ് ഞങ്ങളുടെ ഓപ്പറേറ്റർ ഞങ്ങളോട് പറഞ്ഞത്. അതായത് ആക്ച്വലി ഞങ്ങൾ ഷെഡ്യൂൾ പ്രകാരം പെഹൽഗാം പോകേണ്ടതായിരുന്നു. ഞങ്ങളൊരു 12 പേരടങ്ങുന്ന ഫാമിലി ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്നാണ് വന്നത്. ഇന്നലെ ഫസ്റ്റ് ഡേ പെഹൽഗാം ആയിരുന്നു, ഇന്ന് ഗുൽബർഗ്. അങ്ങനെ ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ കുറെ ഫ്ലൈറ്റിൽ തന്നെ കുറെ മലയാളികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ കുറെ മലയാളികളെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഒരു 80 കിലോമീറ്റർ ഇവിടെയാണ് ഈ അറ്റാക്ക് നടന്ന സ്ഥലം. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും അപ്പോൾ പെഹൽഗാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ മടങ്ങി എത്തിയിട്ട് എന്താണ് പറഞ്ഞത്? അവർ ഈ ആക്രമണത്തെ ഏതെങ്കിലും രീതിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? അവർ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇല്ല, ആ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ ഓപ്പറേറ്റർ പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ കൂടെ വന്ന ആരും അങ്ങോട്ട് പോയിട്ടില്ല. കാരണം അവിടെ ടിക്കറ്റ് എന്തോ ഉണ്ട്. അപ്പൊ അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മുടെ ടീമിൽ ആരും അങ്ങോട്ട് പോകാതിരുന്നത്. ടിക്കറ്റ് കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഇന്നലെ അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഓക്കെ സതീഷ്, വളരെ നന്ദി താങ്കളുടെ പ്രതികരണത്തിന്.